മനീഷ് മൽഹോത്ര എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ ഫാഷൻ ഡിസൈനർ. മനീഷ് മൽഹോത്രയുടെ ആ കമ്പനിയിൽ ഞാനൊരു 1.5 വർഷം. അതിനുശേഷം ഞാൻ ഡൽഹിയിൽ പോവാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് താങ്കൾ അതിൽ പെട്ടുപോയതല്ലേ? അതെ. എന്തായിരുന്നു ആ സാഹചര്യം പഠിച്ച സമയത്ത്? ആ പരീക്ഷയുടെ തലേദിവസം വൈകുന്നേരം 6 മണിക്ക് പുസ്തകം തുറന്നു നോക്കുമ്പോൾ ഞാൻ എന്താണോ പഠിക്കാൻ വെച്ചിരുന്ന ആ പോർഷൻ ഒന്നും ഇല്ല ബുക്കിൽ. എന്ന് വെച്ചാൽ അത് കീറിക്കൊണ്ടുപോയോ? അവർ കട്ടി ശ്രദ്ധിച്ചു. അപ്പം ഞാൻ വാങ്ങുന്ന ആ ഡയമണ്ട് നല്ലതാണെന്ന് സർട്ടിഫൈ ചെയ്യുന്നത് DHC ആണ്. വെരി ഗുഡ്. അപ്പൊ അതൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലിലേക്കാണ് താങ്കൾ ഇറങ്ങിയത്. വെറുതെ ആരെങ്കിലും കൊണ്ടുവന്ന് വെറുതെ സർട്ടിഫിക്കറ്റ് കൊടുക്കാനൊന്നും നമുക്ക് പറ്റില്ല. നോട്ട് പോസിബിൾ. ശരിക്കും ടൈം കൺസ്യൂമിംഗ് ആണ്. അത് വളരെ സമാധാനപരമായി വളരെ ചുരുക്ക സമയം കൊണ്ട് തന്നെ താങ്കൾക്ക് അക്സെപ്റ്റൻസ് കിട്ടി മാർക്കറ്റിൽ. ഇന്ന് കേരളത്തിൽ ഒരു 99% ജ്വല്ലേഴ്സും എൻ്റെ കസ്റ്റമേഴ്സാണ്. എക്സലന്റ് കാര്യം. എനിക്ക് ജ്വല്ലറി എടുത്തു വന്നു, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എടുത്തു വന്നു. ഞാൻ എന്താണ് അതിൽ വെരിഫൈ ചെയ്യാറുള്ളത്? ഡയമണ്ട്സ്, ജെം സ്റ്റോണിനെ പറ്റിയിട്ടും ജ്വല്ലറി കാഡും ആൾക്കാരെ പഠിപ്പിക്കുന്ന കോഴ്സുകളുണ്ട്. എത്ര മാസത്തെ കോഴ്സാണ്? 3 months കോഴ്സ്. അത് കഴിഞ്ഞാൽ അവർക്ക് തൊഴിൽ കിട്ടും. ഇപ്പോഴും നല്ല അവയർനെസ് ഉണ്ട്, എല്ലാവർക്കും തൊഴിൽ കിട്ടാൻ ചാൻസും ഉണ്ട്. 1 day ഫ്രീ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. ആർക്ക്? ഓൺലി ജ്വല്ലറി സെയിൽസ്മാൻ. ഫ്രീ ആയിട്ട്. ഒരു സംരംഭം എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു നല്ല സർവീസ് ആയാലോ, അത് ഒരു ഉൽപ്പന്നം വാങ്ങുന്ന ഒരാൾക്ക് അത് ഉപയോഗപ്പെടുന്ന രീതിയിലുള്ളൊരു സർവീസ് ആയാലോ. ഇപ്പോൾ കൺഫ്യൂഷൻ അടിക്കേണ്ട, ആ ഉത്തരത്തിലേക്ക് ഞാൻ വരാം. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. തൃശ്ശൂർക്കാരനായ ഒരു സംരംഭകൻ ഒരു പർട്ടിക്കുലർ മേഖല കണ്ടുപിടിക്കുന്നു, അതിൽ പ്രാവീണ്യം നേടുന്നു. അതും തൃശ്ശൂർക്കാർ നിരവധി പേരുള്ള ബിസിനസ്സിൻ്റെ ഒരു സൊല്യൂഷനുമായിട്ടാണ് അദ്ദേഹം ഇറങ്ങിയത്. എൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീ ജോസ്, സ്വാഗതം സ്പാർക്കിലേക്ക്. നമ്മൾ ഈഗിൾ കോച്ചിങ് പ്രോഗ്രാമിലാണ് കണ്ടുമുട്ടുന്നത്. വളരെ യുണീക്കായിട്ടുള്ള ബിസിനസ്സാണ് അന്നേ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഈ അടുത്താണ് ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് ദുബായും ബാക്കൊക്കെ പോയിട്ട് തിരിച്ചു വന്നത്. ജോസിൻ്റെ നാട്? എൻ്റെ നാട് തൃശ്ശൂരാണ്. പഠിച്ചത് കൊരട്ടിയിലാണ് പഠിച്ചത്. നമ്മൾ 10ാം ക്ലാസ് വരെ കൊരട്ടി പഠിച്ചു. കൊരട്ടിയിൽ തന്നെ ടെക്സ്റ്റൈൽ ഡൈയിങ് ആൻഡ് പ്രിന്റിങ് പഠിച്ചിട്ടുണ്ട്. ടെക്സ്റ്റൈൽ ഡൈയിങ് എന്താണ്? ആ മേഖലയിലോട്ട് ഇറങ്ങാൻ ഫാദർ മധുര കോഴ്സിലാണ് ജോലി ചെയ്തിരുന്നത്. ഓക്കെ. അപ്പോൾ ഒരു കൈത്തൊഴിൽ എന്ന നിലയ്ക്കും ഒരു ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ സ്പെഷ്യലൈസ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഞാൻ ടെക്സ്റ്റൈൽ ഡൈയിങ് ആണ് ഇപ്പോഴും പഠിച്ചത്. പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോയില്ല. അതിനുശേഷം വീണ്ടും ഞാൻ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് പഠിക്കാൻ പോയി. അതിനിടയിൽ ഈ ടെക്സ്റ്റൈൽ അത് താങ്കൾ ആ പരീക്ഷ ചിലപ്പോൾ അത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് താങ്കൾ അതിൽ പെട്ടുപോയതല്ലേ? അതെ. എന്തായിരുന്നു ആ സാഹചര്യം പഠിച്ച സമയത്ത്? നമ്മളൊരു പരീക്ഷയ്ക്ക് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ നമ്മൾ ബുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട്, ഭയങ്കര എക്സലൻ്റ് ഒന്നല്ല പഠിക്കാനായിട്ട്. അപ്പോൾ കുറച്ച് കാൽക്കുലേറ്റഡ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പാസ്സാവും എന്നുള്ള കുറച്ച് പോർഷൻസ് നമ്മൾ നോട്ട് ചെയ്തു. നമ്മളതൊക്കെ പ്രിലിമിനറിക്ക് നോക്കി വെച്ചു. പരീക്ഷയുടെ ഇനി ഒരു 24 മണിക്കൂറിനുള്ളിൽ ഒന്നും കൂടി ഒന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കവർ ചെയ്യാം. കുറച്ച് മിസ്സിങ് പോയിന്റ്സ് ഉണ്ട്, അതൊക്കെ ക്ലിയർ ചെയ്യാം എന്ന് വിചാരിച്ച് ഞാനൊരു ബുക്കും നോട്ടൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പം നമ്മുടെ സീനിയേഴ്സ് 2 ദിവസം മുമ്പ് വന്നിട്ട് പറഞ്ഞു, അല്ല പരീക്ഷ ആ സ്കീം തുടങ്ങുന്ന സമയത്ത് തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് അതിൻ്റെ നോട്ട് തരുമെന്ന് വെച്ചു. സ്വാഭാവികമായിട്ടും നമ്മളൊന്നും വിചാരിക്കില്ല, നമ്മൾ കൊടുക്കണു, അവൻ തിരിച്ചു കൊണ്ടിരുന്നു, നമ്മൾ വെക്കണു. ഈ പർട്ടിക്കുലർ പരീക്ഷ ലാസ്റ്റ് പരീക്ഷയാണ്. അപ്പോൾ ആ പരീക്ഷയുടെ തലേദിവസം വൈകുന്നേരം 6 മണിക്ക് പുസ്തകം തുറന്നു നോക്കുമ്പോൾ ഞാൻ എന്താണോ പഠിക്കാൻ വെച്ചിരുന്ന ആ പോർഷൻ ഒന്നും ഇല്ല ബുക്കിൽ. എന്ന് വെച്ചാൽ അത് കീറിക്കൊണ്ടുപോയോ? അവർ കട്ടി ശ്രദ്ധിച്ചു. ഇനി ആ നേരത്ത് നമ്മൾ കരഞ്ഞിട്ട് പിടിച്ചിട്ടും കാര്യമില്ല, കാരണം ചില എവിടെയും കിട്ടുന്നില്ല. പുസ്തകം അന്നത്തെ കാലത്ത് കിട്ടില്ല. റയർ ബുക്സ് ഒക്കെ ആയിരുന്നു. അപ്പോൾ റയർ ബുക്സ് എന്നല്ല ബുക്ക്. അപ്പം അതിനെ ബേസ്ഡ് ആണ് ഞാൻ ആ പരീക്ഷനെ ഫേസ് ചെയ്യാൻ തയ്യാറായിരുന്നു. എന്തായാലും ആ പേപ്പറില്ല. ആ എക്സാമിലെല്ലാം പാസ്സായോ? ബാക്കിയെല്ലാം പാസ്സായി, ആ പേപ്പർ മാത്രം പോയി. അപ്പോൾ അതിനുശേഷം അത് ഉപേക്ഷിച്ചു, ഉപേക്ഷിച്ചു. പിന്നെ പഠിക്കാൻ പോയെ?
പിന്നെ ഞാൻ പോയത് മറ്റേ എയർ കണ്ടീഷനിങ് ആണ് പഠിക്കാൻ പോയത്. AC മെക്കാനിക്. AC മെക്കാനിക്. ആ. അത് പഠിച്ചു, അത് കുഴപ്പമില്ല. പക്ഷെ അതിന് ആ നമ്മൾ മേഖലയില് അതിലേക്ക് കൂടുതൽ കടന്നില്ല. കടന്നില്ല. അങ്ങനെയാണ് എൻ്റെ അത് വേണ്ടെന്ന് വെച്ചു. അപ്പോൾ അത് 2 പഠനം കഴിഞ്ഞു. 2 പഠനം പിന്നെന്താണ് പഠിക്കാൻ പോയത്? അതിനിടയിൽ താങ്കളുടെ പാരന്റ്സ്, പിതാവ് എന്തെങ്കിലും ബിസിനസ് ആണോ? എന്തെങ്കിലും പിതാവ് മധുര കോഴ്സിലായിരുന്നു എന്നോട് പറഞ്ഞു. മൂപ്പര് മധുര കോഴ്സ് ജോലി ചെയ്യുമ്പോൾ തന്നെ ഒരു വർക്ക്ഷോപ്പ് നടത്തിയിരുന്നു. ഷോപ്പ് നടത്തി. പക്ഷെ താങ്കൾ ആ മേഖലയിലോട്ടൊന്നും കടന്നില്ല. അല്ല, ഞാൻ ചെറുപ്പത്തിലൊക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ അത് ഞാനും എനിക്ക് എന്തോ അതിനോട് എനിക്ക് താല്പര്യം തോന്നിയില്ല. മൂപ്പരും അത് പതുക്കെ വൈൻഡപ്പ് ചെയ്തു. നല്ല രീതിയിൽ പോയിരുന്നതാണ്. പിന്നീട് അത് വേണ്ട. താങ്കൾ പിന്നെ പഠനം പിന്നീട് എന്താണ് പഠിക്കാൻ പോയത്? അതോ ജോലി കണ്ടെത്തുകയായിരുന്നോ? ഞാൻ ചെറിയ പരിപാടികളൊക്കെ ചെയ്തു നോക്കി. അപ്പോൾ അത് ഫെയിലിയറാണ്. അപ്പോൾ അതിനൊരു കാരണം ഞാൻ കണ്ടെത്തിയത് ആ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് എനിക്കറിയില്ല. ചെറിയ ചെറിയ കച്ചവടമൊക്കെ ചെയ്തു നോക്കി. അപ്പോൾ അത് പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് എനിക്കറിയില്ല. എൻ്റെ നോളജ് കുറവ് കൊണ്ട് എന്നെ ആൾക്കാർ പറ്റിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ അത് വലിയൊരു പ്രശ്നമാണ്. ചെറിവായിരുന്നു അല്ലേ? വലിയൊരു തിരിച്ചറിവാണ്. അപ്പോൾ നമ്മളൊരു തീരുമാനം എടുത്തു, ഇനി എന്തെങ്കിലും പഠിക്കണം. അല്ല, എന്തെങ്കിലും ചെയ്യണേക്കാളും മുമ്പ് എന്തെങ്കിലും കറക്റ്റായിട്ട് പഠിച്ച് അതിലൊരു എക്സൽ ആയതിന് ശേഷമേ നമ്മൾ വേറെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ചെയ്യുള്ളൂ എന്നൊരു അങ്ങനെയാണ് തൊഴിൽ കണ്ടെത്തുന്നത് അല്ലേ? ഇപ്പോൾ ഇരിക്കുന്ന തൊഴിലേക്ക് അങ്ങനെ. ആദ്യം ജോലി ചെയ്തത് എവിടെയാണ്? ജ്വല്ലറി അല്ലേ? ഞാൻ ജ്വല്ലറിയിൽ ജോയിൻ ചെയ്തു. നമ്മുടെ കസിൻ്റെ കടയിൽ തന്നെ നമ്മൾ കുറച്ച് കാലം ജോലി ചെയ്തു. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ, അതായത് ലീവും കാര്യങ്ങളൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തു. അവിടെ നിന്നാണ് താങ്കൾ ഒരു മേഖല കണ്ടെത്തുന്നത് ജോലി ചെയ്യുമ്പോൾ തന്നെ? അല്ല, ഞാൻ അതിൽ വന്നപ്പോൾ അവിടെ എത്തുമ്പോൾ തന്നെ തീരുമാനമായി, നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമ്മളുമായിട്ട് നമ്മുടെ ചുറ്റുമുള്ള ആയിട്ടൊരു ബന്ധമുള്ളൊരു ഫീൽഡ് തുടങ്ങാം. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ, ഞാൻ നോക്കിയപ്പോൾ തൃശ്ശൂർ ജില്ലയിലുള്ള എല്ലാവരും ഗൾഫിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഓരോ വീട്ടിലും സ്വർണ്ണമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ഉണ്ട്. ഏറ്റവും അധികം ജ്വല്ലേഴ്സ് തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഒരാൾ ഗൾഫിലും ഉണ്ടാവും, ഒരാൾ ജ്വല്ലറി ഫീൽഡിലും ഉണ്ടാവും എന്നാണ് ഒരു കണക്ക്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ജ്വല്ലറി ഫീൽഡ്, സാധാരണ ട്രേഡിങ് അല്ലെങ്കിൽ ജ്വല്ലറി മാനുഫാക്ചറിങ്, ഇതിലേക്ക് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് അതിനോട് ചേർന്ന് നിൽക്കുന്നതും അതായത് ജ്വല്ലറി ഫീൽഡിൽ നിൽക്കുന്നതും എന്നാൽ കോമൺ ആയിട്ട് കാണുന്നത് അല്ലാത്ത ഒരു സെഗ്മെൻറ്റ് സെലക്ട് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അന്നത്ര വലുതല്ലാത്ത രത്നങ്ങളും ജ്വല്ലറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏരിയയിലേക്ക് കടന്നു വരണമെന്നും, അപ്പോൾ രത്നങ്ങളെ പറ്റി പഠിച്ചതിന് ശേഷം ഈ ഫീൽഡിലേക്ക് വന്നാൽ മതി എന്നൊരു തീരുമാനം എടുക്കുകയും ഞാൻ ജ്വല്ലറിയിൽ ഈ രത്നങ്ങളെ പറ്റി പഠിക്കാൻ കൂടുതൽ പഠിച്ചു. എന്തായിരുന്നു കോഴ്സിൻ്റെ പേര്? ജെമോളജി എന്ന് പറഞ്ഞു. ജെമോളജി എന്ന് പറയുന്നത് രത്നങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അത് എവിടെയാണ് പഠിച്ചത്? അത് നമ്മൾ പല ബുക്കുകൾ വഴി പഠിച്ചു. പിന്നെ നമ്മൾ ബോംബെയിൽ പോയി പഠിച്ചു, ബോംബെയിൽ പോയി പഠിച്ചു. ഇതിനൊക്കെയുള്ള പണം കുറച്ച് എൻ്റെ ഉണ്ടായിരുന്നു, ജോലി ചെയ്ത കുറച്ചുണ്ടായിരുന്നു. പിന്നെ ഫാദറിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടുകാരെല്ലാവരും അതിന് സപ്പോർട്ടായിരുന്നു. നമ്മൾ ബോംബെയിൽ പോയി പഠിച്ചു. ബോംബെയിൽ എത്ര നാളത്തെ പഠനമായിരുന്നു? അവിടെ ഒരു 6 മാസത്തെ കോഴ്സാണ്. അപ്പോൾ 6 മാസം കഴിഞ്ഞപ്പോഴേക്കും തന്നെ എനിക്ക് ബോംബെയിൽ ഒരു വലിയൊരു എക്സ്പോർട്ട് കമ്പനിയിൽ ഒരു ജോലി കിട്ടി. വെരി ഗുഡ്. ഓക്കെ, അതെന്ത് മേഖലയിലാണ്? അവർ ഒരു വലിയ ഡയമണ്ട് ജ്വല്ലറി എക്സ്പോർട്ടറായിരുന്നു. അപ്പോൾ അവരൊരു പുതിയ സെഗ്മെൻറ്റ് ഡെവലപ്പ് ചെയ്യാണ്. അതായത് കളർ സ്റ്റോണുകൾ വെച്ചിട്ട് ജ്വല്ലറി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനുള്ള വേണ്ടിയിട്ട് അവർ ഒരു സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവർക്കൊരു ചെറിയൊരു പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ, അവർ ഡയമണ്ട് എക്സ്പേർട്ടുകളായിരുന്നെങ്കിലും കളർ സ്റ്റോണുകളെ പറ്റി അവർക്കറിയില്ല. അപ്പോൾ അവർ ആൾറെഡി കുറച്ച് പർച്ചേസ് ചെയ്തു. ഇത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ, അല്ലെങ്കിൽ ഇതിനെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരാളെ വേണമെന്ന് തോന്നിയിട്ട് അവർ പരസ്യം കൊടുത്തു. നമ്മൾ അപ്ലൈ ചെയ്തു, നമുക്ക് അതിൽ കിട്ടി. ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് അതിൻ്റെ മെയിൻ ആളെന്ന് പറഞ്ഞ ഡിസൈൻ, അതിൻ്റെ ഒരു ഗൈഡ് ചെയ്യുന്ന ആളെ മിസ്റ്റർ മനീഷ് മൽഹോത്ര. മനീഷ് മൽഹോത്ര എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ ഫാഷൻ ഡിസൈനർ. അത് ശരി. ഞാൻ അവിടെ ചെല്ലുമ്പോൾ മൂപ്പരെ പറ്റി ഞാൻ കേട്ടിട്ടൊന്നുമില്ല, എനിക്ക് അതിനെ പറ്റി അറിയില്ലായിരുന്നു. പക്ഷേ
ഒരു 1.5 വർഷം മൂപ്പരെ കൂടെ വർക്ക് ചെയ്യാനുള്ള, അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള സൗകര്യം കിട്ടി. അപ്പോൾ ഞങ്ങൾ കുറേ ഡിസൈനർ ഉണ്ട്, ഞാൻ ജിമ്മോളജിസ്റ്റാണ്. അവർ സെലക്ട് ചെയ്യുന്ന കളറിനെ പറ്റി, ഞങ്ങളന്ന് വളരെ ചെറു പ്രായമാണ്. അവർ സെലക്ട് ചെയ്യുന്ന കളറിനെ പറ്റി കല്ല് ഏതാന്ന് പറഞ്ഞു കൊടുക്കുക, സ്റ്റോൺ ഏതാന്ന് പറഞ്ഞു കൊടുക്കുക, അത് പ്രിക്വയർ ചെയ്യുക. ഇതായിരുന്നു എൻ്റെ ജോലി. അങ്ങനെ എത്ര നാൾ അവിടെ നിന്നാണ് താങ്കൾ തായ്ലൻഡിലും പോയി പഠിച്ചു? അതിനിടയിൽ എൻ്റെ തായ്ലൻഡിൽ പോയി പഠിച്ചു ഇതിനെക്കുറിച്ച് തന്നെ. അപ്പോൾ ഇത് തലയ്ക്ക് പിടിച്ചു? തലയ്ക്ക് പിടിച്ചു. അല്ല, അത് നമുക്ക് ഓരോ സ്റ്റേജും നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി, ഇന്ത്യയിൽ അന്ന് കിട്ടിയിരുന്ന പല ബുക്കുകളും ഒരു ശാസ്ത്രീയ അടിത്തറയില്ലാത്ത ബുക്കുകളാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒന്ന് റൂബി പാലിലിട്ട് നോക്കൂ, അപ്പോൾ അതിൻ്റെ കളർ മാറുണ്ടോ, ഒറിജിനലാണ്. അതൊന്നും ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞു മാത്രം. അങ്ങനെ പല 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 കാര്യങ്ങളാണ് പറയണത്. ഇപ്പോഴും ചില ആൾക്കാർ അരിയിൽ പുഴുത്തി വെക്കൂ, അരിയിൽ നിന്ന് പൊന്തി വരികയാണെങ്കിൽ നല്ലതാണ്, ശക്തിയുണ്ട്. അതൊന്നും എനിക്ക് എന്നെ വിശ്വാസത്തിലെടുക്കാൻ പറ്റിയ ഒരു സയന്റിഫിക് മെത്തേഡോ ഒന്നും അല്ല. സയന്റിഫിക് മെത്തേഡ് എന്ന് വെച്ചാൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് റിസൾട്ട് കിട്ടണം. അതെ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ എനിക്ക് തോന്നി, അങ്ങനെ താങ്കൾ ഒരു ജെമോളജി അഥവാ ഈ സ്റ്റോൺസിൽ എക്സ്പേർട്ടായി. സ്റ്റോൺസിൽ. അപ്പൊ ആ ജോലി എത്ര നാൾ അവിടെ അങ്ങനെ ചെയ്തു? മനീഷ് മൽഹോത്രയുടെ ആ കമ്പനിയിൽ ഞാൻ ഒരു 1.5 വർഷം. അതിനുശേഷം ഞാൻ ഡൽഹിയിൽ പോവാണ്. ഡൽഹിയിൽ പിന്നെ ഞാൻ ഡൽഹിയിൽ എന്തുകൊണ്ടാണ് ഡൽഹിയിലേക്ക് പോയി? ഡൽഹി പോകാൻ വൈഫ് ഡൽഹിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. എയിംസിൽ മാരീഡാണ്. വൈഫ് എയിംസിലാണ് വർക്ക് ചെയ്തിരുന്നത്, നേഴ്സായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഡൽഹിയിൽ പോകുന്നു. ഡൽഹിയിൽ പോയിട്ട് ഓട്ടോമാറ്റിക്കലി ഞാൻ അവിടെ അന്വേഷിച്ചപ്പോൾ ജോലി കിട്ടാനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അപ്പോൾ അവിടെ ജമ്മു ആൻഡ് ജില്ലയിൽ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിൻ്റെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. ഡയമണ്ട് ഗ്രേഡിങ് പഠിപ്പിക്കുന്നത്, ജെമോളജി പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു, ഇന്ത്യൻ ജെമോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ വൈഫിൻ്റെ ഒരു സീനിയർ ത്രൂ അവിടെ കിട്ടിയപ്പോൾ പിന്നെ മറ്റുള്ളതൊക്കെ വേണ്ടാന്ന് വെച്ചാൽ അവിടെ ജോയിൻ ചെയ്തു. അപ്പോൾ അവിടെ കൂടുതൽ പഠിപ്പിക്കലായിരുന്നു. സ്റ്റുഡൻസ് വരുന്നു, പഠിപ്പിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒന്നും കൂടി ഈ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്നും കൂടി അതൊരു എക്സ്പോഷറും കുറച്ചും കൂടി ഡീപ്പായിട്ട് പ്രൊഡക്റ്റിനെ പറ്റി നോളജ് കിട്ടാനൊക്കെ ആ കാലഘട്ടം എന്നെ സഹായിച്ചു. അതിനുശേഷം അവിടെ തന്നെ പല സ്ഥാപനങ്ങളും ആസ് എ ഫാക്കൽറ്റി എന്നെ വിളിക്കാറുണ്ട്. ഞാൻ റെഗുലറായിട്ട് അവർക്ക് ക്ലാസ്സുകളും കാര്യങ്ങളും എടുത്ത് പോയിരുന്നു. എന്താണ് ഈ സ്റ്റോൺസ് എന്ന് പറയുന്നത്? പലതരം ടൈപ്പ് ഉണ്ടെന്ന് പറയുന്നത്, എന്തൊക്കെ ടൈപ്പുകളാണ്? രത്നങ്ങൾ എന്ന് പറയുന്നത് പൊതുവെ ജം സ്റ്റോണുകൾ പേര് പറയുന്നതാണ്. ഒരെണ്ണമാണ് ഡയമണ്ട്. നമുക്ക് റൂബി ഉണ്ട്, എമറാൾഡ് ഉണ്ട്, ബ്ലൂ സഫയർ ഉണ്ട്, ടൂർമിലിൻ ഉണ്ട്, അങ്ങനെ കുറേ സ്റ്റോൺസ് ഉണ്ട്. അപ്പോൾ ആ സ്റ്റോണുകളൊക്കെ താങ്കൾ അതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്? ഒരു സാധനം കണ്ടാൽ അത് റൂബിയാണോ എമറാൾഡ് ആണോ ഇതെല്ലാം നോക്കിയാൽ പറയാൻ പറ്റില്ല. നമ്മൾ ഇൻസ്ട്രുമെന്റ് വെച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. അതിന്റെ ക്വാളിറ്റി, അതിനകത്ത് തന്നെ പല പല ക്വാളിറ്റി ഉണ്ടാവും. അതിൻ്റെ അകത്ത് തന്നെ ക്വാളിറ്റി ഉണ്ട്. അതിനൊരു ഗ്രേഡിംഗ് സിസ്റ്റം, ഓരോന്നിനും ഓരോ ഗ്രേഡിംഗ് സിസ്റ്റമാണ്. പക്ഷെ നമ്മൾ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഡയമണ്ടിൻ്റെ ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ ബേസിക്കലി കളർ എന്ന് പറയുന്നത് DEF തൊട്ട് Z വരെയുള്ള കളർ സ്കെയിലും, ക്ലാരിറ്റിയിൽ ഫ്ലോലെസ് തൊട്ടിട്ട് ഇന്റേണലി ഇൻക്ലൂഡഡ് 3 എന്ന് പറയുന്ന ഒരു സ്കെയിലാണ് ഉള്ളത്. ജോസ് അങ്ങനെ ഇതിനൊരു സ്പെഷ്യലിസ്റ്റ് ആണ്, ഫാക്കൽറ്റി ആയിട്ട് പോകുന്നുണ്ട്. പിന്നീട് എന്ത് സംഭവിച്ചു? ഫാക്കൽറ്റി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പിന്നെ നോർത്തിൽ ഒരു പഞ്ചാബിലായാലും ചണ്ഡീഗഡിൽ, നമുക്ക് കൽക്കട്ടയിലൊക്കെ വർക്ക് ചെയ്യാൻ സാഹചര്യങ്ങൾ കിട്ടി. അവിടെയൊക്കെ പോയി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ഡൽഹിയിൽ തുടക്കകാലത്ത് തന്നെ ഞാൻ കേരളത്തിൽ വന്ന് ഒരാളെ എന്നെ ഇൻവൈറ്റ് ചെയ്തു. ഞാനിവിടെ ക്ലാസ്സുകൾ എടുത്തിരുന്നു. അപ്പോൾ ഒരു മാർക്കറ്റ് അത്ര സ്ട്രോങ് അല്ല എന്നതുകൊണ്ട് ഞാൻ തിരിച്ച് ഡൽഹിയിൽ തന്നെ പോയിട്ടുണ്ട്. ആൾക്കാർ അന്വേഷിച്ചു, ഒരു ക്ലാസ് എടുക്കുന്ന ഒരാളെ അന്വേഷിച്ച് എവിടെ നോക്കിയോ തപ്പി പിടിച്ച് എന്നെ വിളിച്ചോണ്ടൊന്നും നാട്ടിൽ വരിക. മച്ചൂർഡ് അല്ല. അതായത് പഞ്ചാബ്, ഡൽഹിയിലൊക്കെ ആണ് സെയിൽ കൂടുതലാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ നെഗ്ലിജിബിൾ, 0 സെയിലാന്ന് പറയേണ്ടി വരും. അപ്പോൾ അതിനുശേഷം പിന്നീട് ആണ് ഞാൻ പിന്നെ
പിന്നീട് രണ്ടാമതൊരു വരവിലാണ് ഇവിടെ ഒരു സ്ഥാപനം വരാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? വരാനുണ്ടായ സാഹചര്യം നമുക്ക് പുറത്തേക്ക് പോവാം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എബ്രോഡ് പോകാൻ. എബ്രോഡ് പോവാം എന്നുള്ള അതൊരു കുറേ ആൾക്കാരുടെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ വൈഫ് നേഴ്സുമാണ്. വൈഫ് നേഴ്സാണ്. അപ്പോൾ എബ്രോഡ് പോകണം. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ടിട്ട് ആണ് ഞാൻ കേരളത്തിൽ വരുന്നത് രണ്ടാമത്. പക്ഷെ ആ പ്രോസസ്സ് ഡിലേ ആയപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ ആൾക്കാർക്ക് സർവീസ് ആവശ്യമുണ്ട്, അവരായിട്ട് ബന്ധപ്പെട്ട് അവർ സർവീസ് തരാൻ തയ്യാറായി. നമ്മൾ അത് അവർക്ക് ചെയ്തു കൊടുത്തു. അതൊരു ബിസിനസ് മോഡലാക്കി. അതൊരു ബിസിനസ് മോഡലാക്കി. 100% ആത്മാർത്ഥമായിട്ട് ഒന്നും ഇവിടെ നിൽക്കണം എന്ന് വിചാരിച്ചിട്ടല്ല ചെയ്തത്. പക്ഷെ നമുക്കതൊരു സാധ്യത കണ്ടു. എവിടെ തുടങ്ങിയത്? സത്യം പറഞ്ഞാൽ ചെന്നൈയിലാണ്. കേരള മാർക്കറ്റ് സീറോ ആയതുകൊണ്ട് ചെന്നൈയിലാണ് ഓഫീസ് ഇടാൻ ഉദ്ദേശിച്ചത്. അപ്പൊ താങ്കൾ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങണമെന്ന് തീരുമാനിക്കുമ്പോൾ അതിന്റെ ഒരു മാനദണ്ഡം താങ്കൾക്ക് അറിയാവുന്നതായിരുന്നു. രണ്ടൊരു സർവീസ് സെക്ടറിലേക്കാണ്. ശരി. ചെന്നൈയിലാണ് ആദ്യത്തെ ഓഫീസ് വരുന്നത്. പക്ഷേ കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിലും ചെറിയ അനക്കങ്ങളായി. കൂടുതൽ കേരളത്തിലെ ഡയമണ്ട്സ് പിന്നെ കോർപ്പറേറ്റ്സ് ഒക്കെ നമ്മുടെ സർവീസ് ഞാൻ ആവശ്യപ്പെടുന്നു, അവർ ആവശ്യപ്പെട്ടു തുടങ്ങി. അപ്പോൾ നമ്മൾ ആ രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ട് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്ത് സർവീസാണ്, എന്ത് സ്ഥാപനമാണ് താങ്കൾ തുടങ്ങിയത് തൃശ്ശൂർ? നമ്മൾ ഡയമണ്ട്സ് ജെം സ്റ്റോണും സർട്ടിഫൈ ചെയ്യുന്ന സ്ഥാപനമാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്താണ് സ്ഥാപനത്തിന്റെ പേര്? അതിൻ്റെ പേര് DHC എന്നാണ്. അതായത് അതിൻ്റെ ഫുൾ ഫോം ഡയമണ്ട് ഹോൾ മാർക്കിംഗ് സെൻറ്റർ എന്നാണ്. ഡയമണ്ട് ഹോൾ മാർക്കിംഗ് സെൻറ്റർ, DHC എന്ന് പറയുന്ന സ്ഥാപനം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സർട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത്? അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പൊതുവെ ജ്വല്ലേഴ്സിന് അവർ ഒരു മാനുഫാക്ചറെ കണ്ടെത്തി അവർ ആ മാനുഫാക്ചറിന് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ആ മാനുഫാക്ചർ ഈ സ്റ്റോൺസ് വെച്ച് ജ്വല്ലറി മാനുഫാക്ചർ ചെയ്ത് ജ്വല്ലറി ആയതിനു ശേഷം അവർ DHCയിൽ കൊണ്ടുവന്നിട്ട് അത് ആ റീറ്റെയിൽ പറഞ്ഞ ക്വാളിറ്റി ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കും. അതിനോടുകൂടി നമ്മൾ അവർക്ക് ഓരോ ജ്വല്ലറിക്കും ഓരോ സർട്ടിഫിക്കറ്റും കൊടുക്കും. താങ്കൾ പറഞ്ഞു വരുന്നത്, ഇപ്പം ഞാൻ ഒരു കസ്റ്റമറാണ്, എൻ്റെ ഭാര്യയ്ക്ക് ഒരു ഡയമണ്ട് നെക്ലസ് വാങ്ങാൻ ചെല്ലുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു വലിയ പ്രമുഖ ജ്വല്ലറിയിലോട്ട് ചെല്ലുമ്പോൾ ഞാനൊരു ആയിരക്കണക്കിന് ഇരിക്കുന്നതെന്ന് ഒരെണ്ണം പിക്ക് ചെയ്തു. ആ ഒരെണ്ണം പിക്ക് ചെയ്തത് ചിലപ്പോൾ ഇവർ മാനുഫാക്ചർ ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ ഇവരൊരു മാനുഫാക്ചറിനെ കൊണ്ട് അവരുടെ ഡിസൈനിൽ ഉണ്ടാക്കിച്ചതായിരിക്കാം. പക്ഷെ ആ ഡിസൈൻ ഉണ്ടാക്കിയതിന് ശേഷം താങ്കളുടെ സ്ഥാപനത്തിൽ വന്ന് ചെക്ക് ചെയ്ത് ക്വാളിറ്റി ഇന്നതാണ് എന്ന സർട്ടിഫിക്കറ്റ് ആ സ്ഥാപനത്തിന് കൊടുത്തിട്ടുണ്ട്. അത് ഇവർക്ക് വിറ്റപ്പോൾ ആ സർട്ടിഫിക്കറ്റ് എനിക്ക് തരണം ഇവർ. അപ്പം ഞാൻ വാങ്ങുന്ന ആ ഡയമണ്ട് നല്ലതാണെന്ന് സർട്ടിഫൈ ചെയ്യുന്നത് DHC ആണ്. വെരി ഗുഡ്. അപ്പോൾ അതൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലിലേക്കാണ് താങ്കൾ ഇറങ്ങിയത് തൃശ്ശൂരിൽ നിന്ന്, അല്ലേ? അത് ഇറങ്ങിയിട്ട് അതിനൊരു ഡിമാൻഡ് വന്നോ? പിന്നെ ഡിമാൻഡ്, അതായത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടും കോർപ്പറേറ്റ് ലെവലിലും സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് അവരുടെ ഒരു എക്സ്റ്റേണൽ ഓഡിറ്റിങ്ങോ അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാനായിട്ടോ അവരുടെ ക്വാളിറ്റി കീപ്പപ്പ് ചെയ്യാനായിട്ടാണ് ഞങ്ങളുടെ സർവീസ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഇപ്പോൾ ഒരു 1000 പീസ് ജ്വല്ലറി വന്നാലും 1000 പീസിനും നമ്മൾ സെപ്പറേറ്റ് ജ്വല്ലറി കൊടുക്കും. ഇനി ആ സർട്ടിഫിക്കറ്റ് കൊടുക്കും. ആ ഒരു ജ്വല്ലറി പീസിൽ ഒരു കല്ലായാലും 1000 കല്ലായാലും നമ്മൾ 1000 കല്ലുകളും ചെക്ക് ചെയ്തതിന് ശേഷമാണ് ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അപ്പോൾ ഇതൊരു tedious പ്രോസസ്സ് കൂടിയാണ്. വളരെ ലേബർ ഓറിയൻറ്റഡ് ആയിട്ട് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരുന്ന് ചെയ്യേണ്ട. കൊണ്ടുവന്ന് വെറുതെ സർട്ടിഫിക്കറ്റ് കൊടുക്കാനും നമുക്ക് നോട്ട് പോസിബിൾ. ശരിക്കും ടൈം കൺസ്യൂമിംഗ് ആണ്. അത് വളരെ സമാധാനപരമായി വളരെ ചുരുക്ക സമയം കൊണ്ട് തന്നെ താങ്കൾക്ക് അക്സെപ്റ്റൻസ് കിട്ടി മാർക്കറ്റിൽ നിന്ന്. അത് കമ്പാരിറ്റീവ്ലി അതിൻ്റെ 2 കാരണങ്ങളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരാരും മൂത്തൂക്കി പറഞ്ഞിട്ടില്ലെങ്കിലും ഇതിൽ എൻ്റെ അറിവ് ഇത് ഒരു കാരണമാണ്. രണ്ടാമത്തത്, മറ്റുള്ള ഏജൻസികളോ കമ്പനികളോക്കാളും ക്വാളിറ്റി സർവീസ് നമുക്ക് കൊടുക്കാൻ പറ്റിയതുകൊണ്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ കേരളത്തിൽ ആരൊക്കെയായിരിക്കാം താങ്കളുടെ കസ്റ്റമേഴ്സ് ജ്വല്ലർ? ഇന്ന് കേരളത്തിൽ ഒരു 99%
ജ്വല്ലേഴ്സും എൻ്റെ കസ്റ്റമേഴ്സാണ്. എക്സലന്റ്. വലിയ നമ്മുടെ ബ്രാൻഡുകളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ബ്രാൻഡ് മലബാർ എടുത്താലും കല്യാണം എടുത്താലും ജോയാലുക്ക എടുത്താലും ഭീമ എടുത്താൽ തുടങ്ങി ഏതെടുത്താലും എല്ലാവർക്കും നമ്മുടെ ബില്ലിംഗ് ഉണ്ട്. ചില ആൾ കുറച്ചായിരിക്കാം, ചില ആൾ കൂടുതലായിരിക്കാം, അത്രയേ ഉള്ളൂ. എക്സലന്റ്. അവരുടെ ഓരോ പീസും ഇവിടെ വന്ന് അപ്പോൾ അവർ ഈ സാധനങ്ങൾ കൊണ്ടുവന്ന് തരികയാണോ, കൊറിയറിലാണോ, എങ്ങനെയാണത്? അത് ലീഗൽ പ്രോസസ്സ് ഉണ്ട്. അത് കൊറിയറായിട്ട് കൊണ്ടുവരണമായിരിക്കാം. അതിൻ്റെ ലീഗലായിട്ട് ഹാൻഡ് ക്യാരി ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സിൽ അവർ കൊണ്ടുവന്ന് നമ്മുടെ ഓഫീസിൽ തരും. നമ്മൾ ചെക്ക് ചെയ്യും, എന്നിട്ട് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കും. അപ്പം ഇത് ജോസിനെ കൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്നത് കേൾക്കുന്ന പ്രേക്ഷകർ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ഈ സ്ഥാപനം DSC എന്ന് പറഞ്ഞ സ്ഥാപനം വളർന്നു എന്ന് എനിക്ക് ഉറപ്പാണ്. ഇന്ന് എത്ര ബ്രാഞ്ചുകളുണ്ട്? നമ്മൾ ഇന്ത്യയിൽ 10 ബ്രാഞ്ചസ് ഉണ്ട്. വെരി ഗുഡ്. എവിടെയൊക്കെയാണത്? കേരളത്തിൽ 2 ഉണ്ട്, തമിഴ്നാട്ടിൽ 2 ഉണ്ട്, ബോംബെയിൽ 2 ഉണ്ട്, ബാംഗ്ലൂരുണ്ട്, ഹൈദരാബാദ് ഉണ്ട്, സൂററ്റ് ഉണ്ട്, ലുധിയാനയുണ്ട്. ചെറിയ രീതിയിലാണ്. ഇവിടെയുള്ള 10 ബ്രാഞ്ചുകൾ എന്ന് പറയുമ്പോൾ അതാണ് പല ഇപ്പോൾ മുംബൈയിലുണ്ടെന്ന് പറഞ്ഞാലും മുംബൈ കസ്റ്റമേഴ്സ് മാത്രം ആയിരിക്കില്ല അവിടെ വരുന്നത് അല്ലേ? അല്ല അല്ല, അപ്പോൾ അവിടേക്കാണ് എല്ലാവരും അയക്കുന്നത്, ആ ബ്രാഞ്ചുകളിലേക്കാണ് ഈ അത് ഈ സ്ഥലങ്ങൾക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊക്കെ ഓരോ മാനുഫാക്ചറിങ് ഹബ്ബുകളാണ്. അതുകൊണ്ടാണ് അവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതായത് കൊച്ചി ഒരു റീറ്റെയിൽ സെക്ടറാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സ്കോപ്പ് ഇല്ല. തൃശ്ശൂരാണ് മാനുഫാക്ചറിങ്. തൃശ്ശൂരും കേരളത്തിൽ നിന്ന് തൃശ്ശൂരും കോഴിക്കോടാണ് കമ്പാരിറ്റീവ്ലി മാനുഫാക്ചർ. അപ്പോൾ തൃശ്ശൂർ, കോഴിക്കോട്, കോയമ്പത്തൂർ, ചെന്നൈ അതായത് ഇപ്പോൾ ഗോൾഡ് മാനുഫാക്ചറിങ് വേറെ സ്ഥലത്ത് നടക്കണം. സ്റ്റോണുമായിട്ട് ബന്ധപ്പെട്ട മാനുഫാക്ചറിങ് എവിടേക്കാണ് കൂടുതൽ നടക്കുന്നത് അവിടെയാണ്. ഇപ്പോൾ എത്ര എംപ്ലോയീസ് ഉണ്ട്? നമുക്ക് 250 എംപ്ലോയീസ്. 250 പേർക്ക് താങ്കൾ തൊഴിൽ കൊടുക്കുന്നുണ്ട്. വെരി ഗുഡ്. അപ്പോൾ അത് ഇവിടെ എല്ലാ ബ്രാഞ്ചുകളിലും ഇവരുടെ സേവനങ്ങൾ ലഭ്യമാണ്. ഇത് വളരെ ഒരു ടീഡിയസ് ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞ പോലെ തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യവുമാണ്. അത് മാത്രമല്ല കളവ് വരെ നടക്കാവുന്ന മേഖലയാണ് അത്. കളവൊക്കെ നടക്കാൻ പറ്റും, പക്ഷെ നമ്മുടെ ഇതിൽ നമ്മൾ അതിന് സെക്യൂരിറ്റി സിസ്റ്റംസ് ഉണ്ട്. വെരി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ടേബിളിൽ ഉണ്ടെങ്കിൽ അതിന് 2 ആംഗിളിൽ നിന്ന് ക്യാമറാസ് ഉണ്ടാവും, ഹൈ ഡെഫിനിഷൻ ക്യാമറാസ് ഉണ്ടാവും. ഇനി അതന്നെ നമ്മൾ വേറൊരു ഇതിൽ 2 DVR-ൽ നിന്നാണ് ഡാറ്റ പോകുന്നുണ്ടാവുക. ഒരു DVR കംപ്ലൈൻ്റ് ആയാലും മറ്റേ DVR-ൽ നിന്ന് സാധനം എടുക്കാൻ പറ്റും. ഇപ്പോൾ ദൈവം അനുഗ്രഹിച്ച് ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു പക്ഷേ നമ്മൾ പ്രിക്കോഷൻസ് എടുത്തുകൊണ്ടായിരിക്കാം, സ്റ്റാഫുകൾ നല്ലതായതുകൊണ്ടായിരിക്കണം, ഇതൊന്നും നമുക്ക് ഇന്ന് വരെ പ്രോബ്ലംസ് ഒന്നും. രത്നങ്ങൾ മനുഷ്യനെ മോഹിപ്പിക്കുന്ന ഒരു സാധനമാണ്. അതിൽ ഡയമണ്ട്സ് ആണ് നമ്മൾ വളരെ പോപ്പുലറായിട്ട് കണ്ടുവരുന്നത്. ഡയമണ്ട്സ് പൊതുവെ മാനുഫാക്ചർ ചെയ്യുന്ന രാജ്യങ്ങൾ എവിടെയാണ്, അല്ലെങ്കിൽ ഡയമണ്ട്സ് കിട്ടുന്ന രാജ്യങ്ങൾ പൊതുവെ? ഒരു റീജിയൻ എന്ന നിലയ്ക്ക് ആഫ്രിക്കയുണ്ട്, രാജ്യം എന്ന നിലയ്ക്ക് റഷ്യയുണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്. ഇതാണ് മേജറായിട്ട്. കാനഡ ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഒരു സിംഗിൾ ഇതെന്ന് പറയുന്നത് റഷ്യയും ഓസ്ട്രേലിയയൊക്കെയാണ് കൂടുതൽ. ഖനനം പണ്ടൊക്കെ വളരെ ടീഡിയസ് ആണെന്ന് കേട്ടു, പക്ഷെ ഇന്നിപ്പോൾ വളരെ മോഡേൺ ടെക്നോളജി ഒക്കെ ഉപയോഗിച്ച് വളരെ 100%. ഇതിപ്പോൾ ലേറ്റസ്റ്റ് മെത്തേഡുകൾ. മറ്റേതെന്ന് വെച്ചാൽ നമ്മൾ ബൈ ചാൻസ് അവിടെ നിന്ന് കിട്ടി ഇവിടെ നിന്ന് കിട്ടി അങ്ങനെ ഉള്ളതായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനും അത് എവിടെയാണ് ഉണ്ടാവാമെന്നും എങ്ങനെയാണ് അതിനെ ലൊക്കേറ്റ് ചെയ്തിട്ട് മാസ്സായിട്ട് മൈൻ ചെയ്യാനും ഉള്ള ടെക്നോളജി വന്നു. ഇന്ത്യയിൽ നമുക്കിത് അവൈലബിൾ ആണ്. ഇന്ത്യയിൽ മധ്യപ്രദേശ് പന്നയിൽ വളരെ കുറഞ്ഞുണ്ട്. അതൊന്നും നമ്മുടെ ചിലപ്പോൾ ഒരു ജില്ലയിലേക്ക് തന്നെ ആവശ്യത്തിനുള്ള സാധനം വരുമെന്ന് സംശയമാണ്. അതേപോലെ തന്നെ ആന്ധ്രയിൽ ചില ഭാഗങ്ങളിൽ കൃഷിയിടങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതൊന്നും ഒരു മൈനിങ് ആയിട്ട് കണക്കാക്കാൻ വലിയ കൊമേഴ്ഷ്യൽ ഇതായിട്ട് ചിന്തിക്കാൻ നമുക്ക് പറ്റില്ല. ഈ ഡയമണ്ട്സിൽ എന്തൊക്കെ ക്വാളിറ്റികളാണുള്ളത്? ബേസിക്കലി എന്താണ് നമ്മളെങ്ങനെ കണ്ടുപിടിക്കാതെ? ഡയമണ്ട്സിൻ്റെ ക്വാളിറ്റീസ് എന്ന് പറയുന്നത് ഒന്ന് കളറിലാണ് ഇരിക്കുന്നത്. അതാണ് DEF തൊട്ടിട്ട് Z വരെയുള്ളത്. കളറിൽ, ക്ലാരിറ്റിയിൽ, ഫ്ലോലെസ്, ഒരു ഡാമേജ് ഇല്ലാത്ത കല്ല്, ഒരു പരിക്കും പറ്റാത്ത കല്ല് എന്നുള്ള രീതിയിൽ തൊട്ടിട്ട് ഇൻക്ലൂഡഡ് 3 എന്ന് പറയുന്ന ഒരു സ്കെയില്, അതാണ് ക്ലാരിറ്റിയിൽ. പിന്നെ കട്ട് പ്രൊപ്പോർഷനിലാണ് എക്സലൻറ്റ് തൊട്ടിട്ട് പൂർ വരെയുള്ള കട്ട് പ്രൊപ്പോർഷൻ്റെ ഒരു സ്കെയിലുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ട് വെയിറ്റ് പറയണത് ക്യാരറ്റിലാണ്. 200 മില്ലിയാണ് ഒരു ക്യാരറ്റ് വരും. അതാണ് ആ സർട്ടിഫിക്കറ്റിൽ മെൻഷൻ ചെയ്യുന്നത്. ശരി, ഞാനൊരു എൻ്റെ വൈഫിന് വേണ്ടിയിട്ടൊരു ജ്വല്ലറി വാങ്ങാനായി പോകുമ്പോൾ കാര്യം എനിക്ക് ജ്വല്ലറി എടുത്തു വന്നു, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എടുത്തു വന്നു, ഞാൻ എന്താണ് അതിൽ വെരിഫൈ ചെയ്യാനുള്ളത്? വെരിഫൈ ചെയ്യേണ്ടത് ഒന്ന് ആ സർട്ടിഫിക്കറ്റിലുള്ള ഫോട്ടോസും ഈ ഐറ്റമായിട്ട് മാച്ച് ചെയ്യുക. ഓക്കെ. പിന്നെ ആ ജ്വല്ലറിയിൽ അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും.
ഡയമണ്ട് നമ്പർ, ഡയമണ്ട് വെയിറ്റ്, ഈ വക കാര്യങ്ങൾ ആ ടാഗിലുണ്ടാവും. അതേപോലെ തന്നെ ആ ജ്വല്ലറിയിൽ എൻഗ്രേവ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഞങ്ങളുടെ സർട്ടിഫിക്കറ്റിലുള്ള സർട്ടിഫിക്കറ്റ് നമ്പർ ഈ ജ്വല്ലറിയിലും ഞങ്ങൾ കുത്തിവെച്ചിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ അത് രണ്ട് സെയിം ആണോ നമ്മൾ സെയിം ആണെന്ന് കമ്പൽസറി ആയിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടാവും? കമ്പൽസറി ആയിട്ട് ചെക്ക് ചെയ്യണം. അപ്പം പിന്നെ ഞങ്ങൾ കൊടുത്ത ഐറ്റത്തിൻ്റെ കറസ്പോണ്ടിങ് പീസ് ആണെന്ന് അറിയാൻ പറ്റും. അല്ലെങ്കിൽ വെറുതെ ഇത് വേറൊരു അത് ജ്വല്ലറിക്ക് വെറുതെ കോപ്പി എടുത്ത് കോപ്പി എടുത്ത് അതറിയില്ല. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് നമ്പർ യൂണീക്ക് ഐ ഡി ആണത്. ആ ഐ ഡി നമ്മളതിൽ ജ്വല്ലറിയിൽ എൻഗ്രേവ് ചെയ്ത് വെച്ചിരിക്കും. താങ്കൾ ഡയമണ്ട്സ് മാത്രമല്ല, സ്റ്റോൺസ്, പൊതുവെ ഈ സ്റ്റോൺസ് എന്ന് പറയുമ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ റൂബി, എമറാൾഡ്, പല പല സ്റ്റോണുകളുണ്ട്. ഈ സ്റ്റോണുകളും വളരെ വിലയേറിയതാണോ? സ്റ്റോണുകൾ ഹയർ ക്വാളിറ്റീസൊക്കെ വളരെ അപൂർവമാണ്, അതേപോലെ വിലയേറിയതാണ്. പക്ഷേ ഈ അപൂർവമാകുമ്പോൾ നമുക്കൊരു കോമൺ മാനിലേക്ക് എത്തിക്കാനുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജിക്കുള്ള പ്രൊഡക്റ്റ് ഇല്ല. അതാണ് അതിനൊരു ഡ്രോബാക്ക്. പക്ഷെ ഭയങ്കര റൂബി, നല്ല കാണാൻ ഭയങ്കര റൂബി എമറാൾഡൊക്കെ ഇട്ട അതൊരു ഭയങ്കര സൗന്ദര്യമുള്ളതും മനസ്സിന് സന്തോഷം തരുന്നൊരു സാധനമാണ്. നമ്മുടെ നാട്ടിൽ പൊതുവേ ഈ സ്റ്റോൺസ്, റൂബി സ്റ്റോൺസ് ഇതൊക്കെ ധരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അത് വളരെ മെത്തോളജിക്കമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്നുണ്ട്. ചിലർ ലക്ക് എന്ന് പറയുന്നുണ്ട്, ചിലർ ഭംഗിക്കായിരിക്കാം. ഒരു എക്സ്പെർട്ട് എന്ന നിലയ്ക്ക് താങ്കളുടെ അഭിപ്രായം എന്താണ് ഇതിൽ? അതൊരു അസ്ട്രോളജി രീതിയിൽ അതിൻ്റെ റിസൾട്ടിനെ പറ്റി എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു വളരെ സ്റ്റോണുകൾക്ക് അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട്. അപ്പോൾ അത് നമ്മൾ ധരിക്കുന്ന ആൾക്ക് സ്വയമായിട്ടൊരു കോൺഫിഡൻസ് വരാം. ഇപ്പം നമ്മൾ റോൾസ് റോയ്സിൽ ഒരു സ്ഥലത്ത് പോകുന്ന പോലെ തന്നെ നല്ല ഒരു ആഭരണം ധരിച്ച് ഒരു സമൂഹത്തിൽ വരുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു വ്യത്യാസങ്ങളും സെൽഫ് കോൺഫിഡൻസും മറ്റുള്ളവരും അതനുസരിച്ച് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാനൊക്കെ ഒരു ഇതാണ്. പിന്നെ ബാക്കി അസ്ട്രോളജി എഫക്റ്റ് ഞാൻ പഠിച്ചിട്ടില്ല, എനിക്കതിനെ പറ്റി അറിയില്ല. താങ്കൾ ഇന്ന് 280 പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്, 10 ബ്രാഞ്ചുണ്ട്, വിദേശത്ത് വരെ താങ്കളുടെ ക്ലയൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഏകദേശം നമ്മുടെ ക്ലയൻറ്റ് ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ എത്രയുണ്ടാവും? നമ്മൾ ഒരു 1000 പേരിൽ മേലെ ജ്വല്ലേഴ്സ് നമ്മളുമായിട്ട് ചെറുതും വലുതുമായിട്ടുള്ള അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ജോസിൻ്റെയും DHCയുടെയും ഭാവി സ്വപ്നങ്ങൾ എന്താണ്? ഭാവി സ്വപ്നം എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ ഇന്ത്യയിൽ കുറച്ചും കൂടി കൂടുതൽ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യണമെന്നും, ഇന്ത്യക്ക് പുറത്തുള്ള നമ്മൾ ഉള്ള ബ്രാഞ്ച്, ദുബായ് ബ്രാഞ്ച് അല്ലെങ്കിൽ GCCയിൽ ഒന്നും കൂടി സ്ട്രോങ് ആവണം. ഒരു സമയത്ത് GCC ഓപ്പറേഷൻ ഞാൻ സ്ലോ ഡൗൺ ചെയ്തിരുന്നു, ഇന്ത്യയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ത്യയിൽ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞാലേക്ക് ഇനി ഇന്ത്യക്ക് പുറത്തുള്ള രീതികളിലേക്ക്, രാജ്യങ്ങളിലേക്കോ അവിടെ കൂടുതൽ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നാണ് ആഗ്രഹം. അതുവഴി തൊഴിൽ സാധ്യതകൾ കൂടുതൽ. തൊഴിൽ സാധ്യതകൾ എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ ഇപ്പോഴുള്ള സ്ട്രെങ്ത്തിനെ ഡബിൾ ആക്കണം. അതായത് 500 സ്റ്റാഫ് 500 പേരിലേക്കും പുതിയ സ്ഥാപനങ്ങളിലേക്ക്. ഇത് കൂടാതെ താങ്കൾ സേവനങ്ങളും ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഡയമണ്ട്സ്, ജെം സ്റ്റോണിനെ പറ്റിയിട്ടും ജ്വല്ലറി CAD-ഉം ആൾക്കാരെ പഠിപ്പിക്കുന്ന കോഴ്സുകളുണ്ട്. എത്ര മാസത്തെ കോഴ്സാണ്? ഓരോ 3 months കോഴ്സ്. അത് കഴിഞ്ഞാൽ അവർക്ക് തൊഴിൽ കിട്ടും. അതിൽ ഇപ്പോഴും നല്ല അവയർനെസ് ഉണ്ട്, എല്ലാവർക്കും തൊഴിൽ കിട്ടാൻ ചാൻസും ഉണ്ട്. അത് എവിടെയൊക്കെയാണ് നമുക്ക് ഈ ക്ലാസ്സസ് ഉള്ളത്? നമുക്ക് ബോംബെയിലുണ്ട്, തൃശ്ശൂരുണ്ട്, കോഴിക്കോടുണ്ട്, കോയമ്പത്തൂരുണ്ട്. ഈ സ്ഥലത്ത് ഇപ്പം നമ്മുടെ ഫാക്കൽറ്റീസിനെ വെച്ചിട്ട് നമ്മുടെ പ്രോപ്പർ സ്ട്രക്ചർഡ് ആയിട്ടുള്ള ക്ലാസ് ആണ്. പിന്നെ ചെന്നൈയിൽ നമ്മൾ അടുത്ത് തന്നെ നമ്മൾ സ്പേസ് ഒക്കെ ഉണ്ട്. അടുത്ത് തന്നെ ചെന്നൈയിലും. ശരിക്കും ഡയമണ്ട്സ് എന്ന് പറയുന്നത് അപ്കമിങ് ഫ്യൂച്ചർ പ്രോഡക്റ്റ് തന്നെയാണ് ഇപ്പോഴും. കാരണം ഡയമണ്ട്സ് ഇനി വരുന്നേ ഉള്ളൂ, മാർക്കറ്റ് ഓപ്പൺ ആയി വരുന്നേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ ആ ഡയമണ്ട്സിലേക്കും താങ്കൾ എന്തെങ്കിലും അവരെ പഠിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഈ കോഴ്സുകൾ കൂടാതെ ഞാനൊരു വിശ്വസിക്കുന്ന ഒരു കാര്യം, കേരളത്തിൽ ഒന്ന് രണ്ട് അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ സെയിൽ കുറവാനുള്ള തന്നെ കാരണം സെയിൽസ്മാൻമാർക്ക് ഇതിനെപ്പറ്റി അവയർനെസ് കുറവാണെന്ന് തോന്നി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ബോംബെയിലായാലും കോയമ്പത്തൂർ, തൃശ്ശൂർ, കോഴിക്കോട് എല്ലാ ചൊവ്വാഴ്ചകളിലും ട്യൂസ്ഡേയ്സും 1 day ഫ്രീ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. ആർക്ക്? ഓൺലി സെയിൽസ്മാൻ, ജ്വല്ലറി സെയിൽസ്മാൻ. ഓൺലി ജ്വല്ലറി സെയിൽസ്മാൻ ഫ്രീ ആയിട്ട് കസ്റ്റമർക്ക് കൊടുക്കുന്നില്ല. ഓൺലി ജ്വല്ലറിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്. അതിപ്പോൾ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു ജ്വല്ലറിയിലുള്ള സെയിൽസ്മാൻ, അതിൻ്റെ ഉടമസ്ഥന് ഫ്രീ ആയിട്ട് താങ്കളുടെ സ്ഥാപനത്തിലേക്ക് വിട്ടാൽ നല്ല
നോളജ് ഉണ്ടാക്കി കൊടുക്കും, അവന് വിൽക്കാനുള്ള നോളജ് ഉണ്ടാക്കി കൊടുക്കും. നമ്മൾ അതിൻ്റെ ടെക്നിക്കൽ എല്ലാ നോളജും പറഞ്ഞു കൊടുക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവനത് പിന്നെ ലാബിലുള്ള വാക്ക് ത്രൂ കൊടുക്കും, കുറച്ച് ചെറിയ സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക. അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് പറഞ്ഞു കേട്ടതിനേക്കാളും ഒരു ഫീൽ കൊടുക്കുക എന്നുള്ളതാണ്. തിയറി ക്ലാസ് ആണ്, അതുകൊണ്ട് അവർ ടെസ്റ്റ് ചെയ്യാനൊന്നും കേപ്പബിൾ ആവില്ല. പക്ഷേ ഇതെന്താണ് ഏതാണ് എന്നുള്ള ഒരു നോളജ് അവർക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ അവരത് നന്നായിട്ട് അവരുടെ കരിയറിൽ പെർഫോം ചെയ്യും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ജോസും DHCയും 250 തൊഴിലാളികളും ചേർന്ന് ഈ നാട്ടിൽ ഡയമണ്ട് വാങ്ങുന്ന ആൾക്കാർ അത് നല്ലതാണെന്ന് ഉറപ്പുവരുത്തുക എന്ന ബിസിനസ്സിലാണ്. അപ്പോൾ ഭാവി സ്വപ്നങ്ങളിലേക്ക്, ഉയരങ്ങളിലേക്ക് പറക്കുകയാണ് സന്തോഷത്തോടു കൂടി. നിങ്ങൾ കേട്ടു ജോസ് എന്ന തൃശ്ശൂർക്കാരൻ്റെ ഒരു പുതിയ മേഖല കണ്ടുപിടിച്ച സംരംഭത്തിൻ്റെ കഥ. അദ്ദേഹം പഠിച്ചത് വേറെയാണെങ്കിലും അദ്ദേഹം പറഞ്ഞ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ആ മേഖലയെക്കുറിച്ച് നന്നായി പഠിച്ചതിലൊരു സ്പെഷ്യലിസ്റ്റ് ആയാൽ മാത്രമേ ആ സംരംഭം വിജയിക്കാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ബിസിനസ്സിനെ കുറിച്ച് നോളജും നല്ല സ്പെഷ്യലിസ്റ്റുകൾ നമ്മുടെ കൂടെ ഉണ്ടാവണം. ജോസ് തിരഞ്ഞെടുത്തത് വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. ഒരു ഉൽപ്പന്നം വാങ്ങുമ്പോൾ അത് നല്ലതാണെന്ന് ഉറപ്പുവരുത്താനായി സർട്ടിഫിക്കേഷൻ. അത് ചെറിയൊരു ബിസിനസ്സല്ല. ഇന്ന് അദ്ദേഹത്തിൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് 250 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന 10 ബ്രാഞ്ചുകളായി DHC എന്ന പറഞ്ഞ സ്ഥാപനം പന്തലിച്ചു കഴിഞ്ഞു. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മളൊരു ഉൽപ്പന്നം വാങ്ങുമ്പോൾ ഇനി നമ്മൾ നോക്കിയാൽ മതി DHCയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ. അദ്ദേഹം വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയെങ്കിലും ഇന്ന് ചെറുതല്ല, അത് വളരെ വലുതാണ്. 10ഓളം രാജ്യങ്ങളിൽ 250 പേര് ചേർന്നിട്ടാണ് അത് ചെയ്യുന്നത്. വലിയ സ്വപ്നങ്ങളുമായാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അത് മാത്രമല്ല, അദ്ദേഹം ഒരു സ്പെഷ്യലിസ്റ്റ് കൂടിയാണ്. ഈ അടുത്ത് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടു, ഒരു പ്രമുഖ ജ്വല്ലറിയുടെ ഡയറക്ടറിൻ്റെ അടുത്തേക്ക് അദ്ദേഹം ഒരു പുസ്തകം തന്നെ കൊടുക്കുന്നത് ഞാൻ കണ്ടു. ഈ പുസ്തകം അണ്ടർസ്റ്റാൻഡിങ് ഡയമണ്ട്സ് ആൻഡ് കളർ സ്റ്റോൺസ് എന്ന് പറയുന്നത് ഇത് താങ്കൾ തന്നെ എഴുതിയുണ്ടാക്കിയതാണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കാം ഇത്രയും വിശദമായിട്ട് ഒരു നല്ലൊരു പുസ്തകം വളരെ വളരെ ഡീറ്റെയിൽ ആണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പഠിപ്പിക്കുന്ന കാലത്തും ഇപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന, സാധാരണക്കാർ ഫേസ് ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം അതിലുണ്ട്. ഇത് ഈ പുസ്തകത്തിലുണ്ട്. ഇത് എവിടെയാണ് ഇത് ലഭ്യമാകുന്നത്? ഞങ്ങളുടെ സ്ഥാപനത്തിലുണ്ട്. ജോസ്, വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. തൃശ്ശൂർക്കാർ പൊതുവെ ജന്മന ഒരു സംരംഭം കുറച്ചെങ്കിലും തലക്കി പിടിച്ചവരാണ്, കച്ചവടക്കാരാണ്. അവിടെ നിന്ന് വലിയ ജ്വല്ലേഴ്സാണ് നമ്മുടെ ഈ രാജ്യത്ത് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ താങ്കൾ ഒരു മേഖല കണ്ടുപിടിച്ച് അതിൽ സ്പെഷ്യലിസ്റ്റ് ആണെന്ന് ഈ പുസ്തകം തന്നെ സാക്ഷിയാണ്. 250 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമായി വളരെ അഭിമാനിക്കുന്നു. ഒരു ഈഗിൾ എന്ന നിലയ്ക്ക് താങ്കൾ ഈ കോച്ചിങ്ങിന് വരുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇതൊരു യുണീക്ക് ആയിട്ടുള്ളൊരു കഥ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളത്. താങ്കളുടെ സംരംഭം ഇനിയും വളരട്ടെ. എൻ്റെ വ്യക്തിപരമായ പേരിലും നമ്മുടെ ഈഗിൾസിൻ്റെ 1600 പേരടങ്ങുന്ന വലിയ സംരംഭക കമ്മ്യൂണിറ്റിയുടെ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും.